ആന്റണി നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഇങ്ങനെ കുറേ ക്രിബുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഇതിൻ്റെ അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. കടകളിലൊന്നും ഇങ്ങനത്തെ ഒരു സ്റ്റൈല് സംഭവങ്ങളൊന്നും കാണാനില്ല. എന്നാലും നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറി വന്നത്. അപ്പോൾ ആന്റണീനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ഇവിടെ സ്ഥലം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ആന്റണി, സ്ഥലം ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് മാപ്രാണത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്രിബൊക്കെ ഉണ്ടാക്കി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ എങ്ങനെയാണ് ആ ഒരു ചിന്ത വന്നത്? ഇതിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷമൊക്കെ വലിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഒരു 1.5 ഏക്കർ സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഈ വർഷം അവിടെ ഇല്ല. അപ്പോൾ ടോട്ടൽ സമയം ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഞാൻ വെറുതെ മാർക്കറ്റിലൊന്ന് പോയി നോക്കിയപ്പോൾ നമുക്ക് പഴയ ടൈപ്പ് ക്രിബുകൾ തന്നെയുള്ളൂ. കാരണം ആ ചൂരിലോണ്ടും അല്ലെങ്കിൽ ഈറ്റയ്ക്കും വെച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് തന്നെ കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു ക്രിബിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കണ്ടു. അത് അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുത്തു. അത് ഞാൻ ആദ്യം കുറച്ചുണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചത്, പിന്നീട് അത് കുറച്ചധികം ആയി. ഒരു 100-ന് മേലെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് ഇത് ഇത്രയും പേരത്ത് ഇപ്പോൾ ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഇപ്പോൾ ഇത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് ഫൈബറാണ് അതിൻ്റെ മെയിൻ മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ പുറത്ത് ഈ കാണുന്നതൊക്കെയും മരത്തിൻ്റെ ഒറിജിനലായിട്ട് തൊലിക്കും എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഒറിജിനൽ മരത്തിൻ്റെ തൊലി. പിന്നീട് ഇതിൻ്റെ സൈസ് 2 മോഡലുകളാണ് ഇതിന് വരുന്നത്. 2 മോഡൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൈസ് ഏകദേശം ഒരു 1.5 അടിയുടെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത്. വെയിറ്റും വളരെ കുറവാണ്. ഫൈബർ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ലോസ് ആയിരിക്കും അല്ലേ? അതെ, നമുക്ക് ഒരുപാട് നാൾ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. മറ്റു കേടുകളൊന്നും വരില്ല. കേട് വരില്ല. അതിൻ്റെ ഇപ്പോൾ എത്ര ഡിസൈനിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്? നമ്മൾ 2 വെറൈറ്റി ഡിസൈനും പിന്നെ കളറുകൾ കുറേ കളറുകളായിട്ട് ചെയ്തിട്ടുണ്ട്. കളറുകൾ മാറ്റുണ്ട്. 2 മോഡലുകളാണ് ചെയ്തിരിക്കുന്നത്. മോഡൽ 2 കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സുകളാണ്. എത്ര കളർ വരെ ഉണ്ടാവും? കളർ നമ്മളൊരു 8 കളറൊക്കെ ആയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഷെയ്ഡ് കളറാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും. നമ്മുടെ സമയമാണ് ഇപ്പോൾ എഴുത്ത സീസൺ അറിയാലോ, സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആന്റണി പ്രൊഫഷൻ ഇതല്ലല്ലോ അല്ലേ? അല്ല ഇവന്റ് പരിപാടികളൊക്കെ വെഡിങ് ഇവന്റുകളൊക്കെ ആണല്ലോ ചെയ്യണം അല്ലേ? അതെ. അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ മറ്റേ പുൽക്കൂട് ഇല്ലാണ്ടായപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. അതെ. അപ്പോൾ ഈ ഇവന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓഫ് സീസണാണ്, അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങി വെച്ചു. നമുക്ക് ഈ ഓൺലൈൻ സർവീസ് ഡെലിവറി ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഡേറ്റ് കൊറിയർ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 24-ാം തീയതിക്ക് മുന്നേ ഡെലിവറി ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും. കേരളത്തിന് പുറത്തും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? ഞാനിവിടെ ഇപ്പോൾ അത് കൊടുക്കുന്നത് ഒരു 1750, 1800 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ റേറ്റ് ഇത്ര വരാൻ കാരണം നമുക്ക് മെറ്റീരിയൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കാത്തതുകൊണ്ട് അതിനൊരു കോസ്റ്റ് കയറി വന്നതാണ്.
ഞാൻ ഈ പരമാവധി റേറ്റ് കുറഞ്ഞ രീതിയിലേക്കുള്ള സംവിധാനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇത്തരത്തിലുള്ളത് മാർക്കറ്റിൽ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഞാൻ ഇപ്പോൾ തൃശ്ശൂരും അതുപോലെ എറണാകുളം മാർക്കറ്റിൽ ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത്. ഇന്നലെയും പോയിരുന്നു ഞാൻ മാർക്കറ്റിൽ. ഇന്നലെയും പോലും വെറൈറ്റി ഡിഫറെൻറ്റ് സാധനങ്ങൾ വന്നിട്ടില്ല. പണ്ടത്തെ ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ഇപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ ഓൺലൈൻ സർവീസും ഉണ്ട്, പിന്നെ ഇവിടെ വീട്ടിൽ വന്നാലും വാങ്ങാൻ പറ്റും. വീട്ടിലുണ്ട്. പിന്നെ ഞാനിപ്പോൾ മാർക്കറ്റിൽ എറണാകുളം മാർക്കറ്റിൽ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഷോപ്പുകളിൽ എറണാകുളം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേയിൽ ഓക്കെ, അവിടെ പോയാലും കിട്ടും അല്ലേ? അവിടെ ഉണ്ട്. പിന്നെ ചാലക്കുടി ഔട്ട്ലെറ്റ് ഉണ്ട്, ഇരിഞ്ഞാലക്കുടി ഉണ്ട്. ഇവിടെ വന്നാൽ 1750, 1800 ആ റേഞ്ചിൽ കിട്ടും. അതന്നെ. അതിൻ്റെ ഈ സ്ഥലം ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുമോ? തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് മാപ്രാണം എന്ന് പറഞ്ഞത്. മാപ്രാണം പള്ളി ഹോളി ക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ മെഴുകുതിരി പള്ളിയിലെ മെഴുകുതിരിക്ക് ഉണ്ടാക്കുന്ന. അതെ. കുറച്ച് ഉള്ളിലേക്ക് പോരണം. അതെ അല്ലേ? നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. എന്നാലും ഗംഭീരമാവട്ടെ നിങ്ങളുടെ ബിസിനസ്സൊക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.